Meet the editors. തെരഞ്ഞെടുപ്പ് പരാജയത്തിൽ സർക്കാരിനെ വിമർശിച്ച യാക്കോബായ സഭ മെത്രോപൊലിത്ത ഡോക്ടർ ഗീവർഗീസ് മാർ കൂറിലോസിനെ രൂക്ഷമായി വിമർശിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പുരോഹിതരിലും വിവരദോഷികൾ ഉണ്ടാകാമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. കേരളത്തിന്റെ അതിജീവനം അന്താരാഷ്ട്ര തലത്തിൽ വരെ പ്രശംസിക്കപ്പെട്ടതാണ്. പ്രളയമാണ് സർക്കാരിന് വീണ്ടും അവസരം നൽകിയതെന്ന് ഒരു പുരോഹിതൻ പറയുന്നത് കേട്ടു. എന്നാൽ ഇനി ഒരു പ്രളയമുണ്ടാകുമെന്ന് കരുതേണ്ടെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രതികരണം. എന്നാൽ കൂറിലോസിൻ്റേത് സഭയുടെ ഔദ്യോഗിക നിലപാടല്ലെന്ന് വ്യക്തമാക്കി യാക്കോബായ സഭ രംഗത്തെത്തുകയും ചെയ്തു. പ്രതികരണം കേൾക്കാം. ഇന്നത്തെ ഒരു മാധ്യമത്തിൽ പഴയ ഒരു പുരോഹിതൻ്റെ വാക്കുകൾ കാണാൻ കഴിഞ്ഞു. പ്രളയമാണ് അന്ന് ഈ സർക്കാരിനെ വീണ്ടും അധികാരത്തിലേറ്റാൻ ഇടയാക്കിയത്. ഇനിയൊരു പ്രളയം ഉണ്ടാകുമെന്ന് ധരിക്കേണ്ട എന്നാണ് ആ പുരോഹിതൻ പറഞ്ഞതായിട്ട് കണ്ടത്. പുരോഹിതന്മാരുടെ ഇടയിലും ചിലപ്പോൾ ചില വിവരദോഷികളുണ്ടാവും എന്നതാണ് ആ വാചകത്തിലൂടെ വ്യക്തമാകുന്നത്. ചോദ്യം ഇതാണ്: വിമർശിക്കുന്നവർ വിവരദോഷികളോ? സുജയ, വിമർശനമുണ്ടെങ്കിൽ മാത്രമേ വളരൂ എന്ന് മനസ്സിലാക്കുന്നവർക്കൊക്കെ ആ വിമർശനത്തെ ഉൾക്കൊള്ളാൻ കഴിയും. എന്തായാലും അങ്ങനെയൊരു ഉൾക്കൊള്ളലോ അങ്ങനെ ഒരു സഹിഷ്ണുതയോ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇല്ല എന്ന് വ്യക്തമാക്കുന്ന ഒടുവിലത്തെ ഉദാഹരണമാണ് ഇത്. ആദ്യത്തെ ഉദാഹരണമൊന്നുമല്ല, ഒരുപാട് ഉദാഹരണങ്ങൾ കേരളം കണ്ടതാണ്. ഇവിടെ ഇപ്പോൾ അഭിവന്ദ്യ ഗീവർഗീസ് മാർ കൂറിലോസിനെ വിവരദോഷി എന്നാണ് പിണറായി വിജയൻ വിളിച്ചത് നമ്മുടെ മുഖ്യമന്ത്രിയാണ്. മുഖ്യമന്ത്രി ഈ രീതിയിലാണ് ഒരു വിമർശനത്തെ ഉൾക്കൊള്ളുന്നത് എന്ന് ഒരു നാട് കണ്ടിരിക്കേണ്ടി വരുന്ന ഒരു ഗതികേടിലേക്ക് നമ്മൾ എത്തി എന്നുള്ളതാണ്. ഇന്ന് പ്രോഗ്രസ് റിപ്പോർട്ട് ഇറക്കുമ്പോൾ പ്രോഗ്രസിനെ കുറിച്ച് പറയേണ്ടതിന് പകരം തൻ്റെ ഒരു തെറ്റ് അല്ലെങ്കിൽ ഒരു വീഴ്ച ചൂണ്ടിക്കാണിച്ച്, അതും അത്രയ്ക്കൊന്നും പറഞ്ഞുമില്ല. പ്രളയവും മഹാമാരികളും എപ്പോഴും രക്ഷയ്ക്കെത്തണമെന്നില്ല, അതൊരു റിമൈൻഡറാണ്. കിറ്റ് രാഷ്ട്രീയത്തിൽ ഒന്നിലധികം പ്രാവശ്യം ജനങ്ങൾ വീടില്ല. ഇറ്റ്സ് എ റിമൈൻഡർ. അതൊരു ക്രിറ്റിസിസം എന്നതിനേക്കാളും ഒരു മുന്നറിയിപ്പായി കണ്ടുകൊണ്ട് അതിലേക്ക് എന്താണ് അതിൻ്റെ കണ്ടന്റ്, അതിൻ്റെ ഉള്ളടക്കം എന്താണ് എന്ന് ഉൾക്കൊള്ളേണ്ടതായിരുന്നു. അത് പല ആളുകൾക്കും പലപ്പോഴും സാധിക്കാതെ പോകുന്ന കാര്യമാണ്. അതായത് ഞാൻ വലുത്, ഞാനാണ് ശരി എന്ന് കരുതിയിരിക്കുന്ന ആളുകളുടെ ഒരു പ്രതിനിധി മാത്രമാണ് പിണറായി വിജയൻ എന്നാണ് ഞാൻ കരുതുന്നത്. ഗീവർഗീസ് മാർ കൂറിലോസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, പിതാവ് ഒരു ഇടത് ചിന്താഗതിക്കാരനാണ്. ഇടത് പക്ഷത്തിൻ്റെതായ വിവിധ വേദികളിൽ വന്നിട്ടുള്ള ആളാണ്. അത്രയും സ്ട്രോങ് ആയ ഒരു സർക്കാരിനൊപ്പം, അതായത് ഒരു ഭരണകക്ഷിക്കൊപ്പം നിൽക്കുന്ന ഒരു വ്യക്തി, സമൂഹം വിലമതിക്കുന്ന ഒരു വ്യക്തി ഒരു അഭിപ്രായം പറയുമ്പോൾ ആ അഭിപ്രായത്തെ അതിൻ്റെതായ അർത്ഥത്തിൽ പോസിറ്റീവായി എടുക്കുന്നതിന് പകരം അദ്ദേഹത്തെ അപലപിക്കുന്നത് ശരിയാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ എൻ്റെ ഫസ്റ്റ് ടേക്ക് പിണറായി വിജയൻ ഒരു അഹങ്കാരത്തോടു കൂടിയുള്ള ഒരു പ്രതികരണമാണ് നടത്തിയത് എന്നുള്ളതാണ്. ഇപ്പോൾ കേരള കൗൺസിൽ ഓഫ് ചർച്ചസിൻ്റെ പിന്തുണ, യാക്കോബായ സഭയുടെ പിന്തുണ ഇല്ല എന്ന് ഇവിടെ ഡോക്ടർ അരുൺ വായിച്ചു. പക്ഷേ കേരള കൗൺസിൽ ഓഫ് ചർച്ചസിന്റെ പിന്തുണ അദ്ദേഹത്തിനാണ്. കാരണം ഗീവർഗീസ് മാർ കൂറിലോസിനെ അപഹസിച്ച പിണറായി വിജയന്റെ നടപടി ശരിയായില്ല എന്നാണ് കേരള കൗൺസിൽ ഓഫ് ചർച്ചസ് പറഞ്ഞിരിക്കുന്നത്. ഒരു കാര്യം കൂടി പറയാം. അതായത് നമ്മൾ കേട്ടുവന്ന കഥയാണ് രാജാവ് നഗ്നനാണ് എന്ന് പറഞ്ഞ കുട്ടിയെക്കുറിച്ച്. അപ്പോൾ ഒരു രാജാവ് നഗ്നനാണ് അല്ലെങ്കിൽ ചക്രവർത്തിക്ക് ഒരു പ്രശ്നമുണ്ട് എന്ന് പറയേണ്ടത് ആ രാജ്യത്തെ ആളുകളുടെ കടമയാണ്. അതിപ്പോൾ കേന്ദ്രമായാലും കേരളമായാലും ജനങ്ങൾ ആ കടമ നിർവഹിക്കണം. അത് കേന്ദ്രത്തിൽ മോദിക്കെതിരെ പറയാം, പിണറായിക്കെതിരെ പറയാൻ പാടില്ല. പിണറായി എല്ലാം കൊണ്ടും പരിശുദ്ധനാണ് എന്ന് കരുതിയിരിക്കുന്ന അങ്ങനെ ഒരു അടിമ ചിന്താഗതിയുള്ളവർക്ക് അത് ചിലപ്പോൾ ഉൾക്കൊള്ളാൻ കഴിഞ്ഞു എന്ന് വരില്ല. തിരുത്തുന്നതിന് പകരം വിമർശിക്കുന്നവരെ അധിക്ഷേപിക്കുന്നത് പക്വതയില്ലായ്മയാണ്. രാഷ്ട്രീയത്തിൽ ഇത്രയും അനുഭവ സമ്പത്തുള്ള മുഖ്യമന്ത്രി പിണറായി വിജയനിൽ നിന്ന് ഇത് പ്രതീക്ഷിച്ചില്ല. നേരത്തെ അദ്ദേഹത്തിന് ഇതുപോലെയുള്ള തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട്. ഓർമ്മയുണ്ടാകുമല്ലോ എല്ലാവർക്കും. താമരശ്ശേരി ബിഷപ്പിനെ മുമ്പ് നികൃഷ്ടജീവി എന്നാണ് വിളിച്ചത്. അതിനുശേഷം ഇപ്പോൾ ഗീവർഗീസ് മാർ കൂറിലോസിനെ വിവരദോഷി എന്ന് വിളിക്കുന്നു. അങ്ങനെ ഓരോ ടേംസ് കൃത്യമായി വിമർശിക്കുന്നവരെ ഇങ്ങനെയാണ് തിരിച്ച് വിളിക്കേണ്ടതെന്ന് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് ഒരു ബലൂൺ വെച്ചിരിക്കുന്നു, അതിലൊരു സൂചി കൊണ്ടുവന്ന് ഇങ്ങനെ കുത്തിയില്ല, അതിനു മുൻപ് തന്നെ അസഹിഷ്ണുതയുടെ ബലൂൺ പൊട്ടിത്തെറിക്കുന്നത് പോലെയാണ് ഇന്ന് പിണറായി വിജയന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. ഇതിൽ നിന്ന് അകന്നു പോകുന്നത് പാർട്ടി പ്രവർത്തകരുടെ വോട്ടായിരിക്കില്ല, പക്ഷേ അനുഭാവികളുടെ വോട്ട് വളരെ പ്രധാനമാണ്. അത്തരം അനുഭാവികളെ പാർട്ടിയിൽ നിന്ന് അകറ്റുന്ന ഒരു മറുപടിയായി പോയി പിണറായി വിജയനിൽ നിന്ന് ഉണ്ടായത്. യാക്കോബായ സഭയുടെ നിരണം മുൻ ഭദ്രാസനാധിപനാണ്. അതുകൊണ്ട് തന്നെ സഭാ നേതൃത്വത്തിന് ഒരുപക്ഷെ ഇങ്ങനെ പരസ്യമായ ഒരു വിമർശനത്തിലേക്കോ അല്ലെങ്കിൽ ഈ ഒരു വാക്കുകളെ ഏറ്റെടുക്കുന്നതിലേക്കോ ഒരുപക്ഷെ അവർ പോയേക്കില്ല. പക്ഷേ വിശ്വാസികളുടെ മനസ്സിലേക്ക്, ആ സഭയുടെ മക്കളുടെ മനസ്സിലേക്ക് ഈ പിണറായി വിജയന്റെ പ്രതികരണം വന്നിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പാണ്. ജനങ്ങൾ നൽകുന്ന തുടർച്ചയായ ആഘാതം അത് മനസ്സിലാക്കാതെ, ആ ചികിത്സയിൽ നിന്ന് പാഠം പഠിക്കാതെ വീണ്ടും വീണ്ടും തെറ്റുകൾ ആവർത്തിച്ചുകൊണ്ടേ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കേരളത്തിലെ ഇടതുപക്ഷത്തിന് ബംഗാളിലെയും ത്രിപുരയിലെയും ഒക്കെ അവസ്ഥ ഉണ്ടാകും എന്നുള്ള ഒരു മുന്നറിയിപ്പാണ്
ഉറപ്പാണ് അദ്ദേഹം നൽകിയത്. അതിശക്തമായ ഭരണവിരുദ്ധ വികാരം ഇന്ന് കേരളത്തിലുണ്ട് എന്നുള്ളത് കൊച്ചുകുട്ടികൾക്ക് പോലും അറിയാവുന്ന കാര്യമാണ്. മാത്രമല്ല സാമ്പത്തിക നയങ്ങളിലെ പരാജയം, അച്ചടക്കമില്ലായ്മ, ധൂർത്ത്, പിന്നെ അതുപോലെ തന്നെ പോലീസ് വേട്ട, മാധ്യമപ്രവർത്തകരോട്, അങ്ങനെ എല്ലാവരോടുമുള്ള ഒരു ഇൻടോളറൻസ്, ഒരു അസഹിഷ്ണുതയുടെ മുകളിലിരിക്കുന്ന ഒരു ഭരണകൂടമായി പിണറായി വിജയൻ സർക്കാർ മാറിയിരിക്കുകയാണ്. അപ്പോൾ വിമർശിക്കേണ്ട കാര്യങ്ങൾ വിമർശനത്തെ ഉൾക്കൊള്ളും എന്ന് പറയുന്ന, അല്ലെങ്കിൽ ആരെയും വിമർശിക്കാമെന്ന് പറയുന്ന ഇ.പിയുടെ വാക്കുകൾ നമുക്ക് ഒരു ഭാഗത്ത് കാണാം. അതോടൊപ്പം തന്നെ സുപ്രഭാതത്തിലെ ലേഖനത്തിലെ വിമർശനം, അത് വിശദമായി ഡോക്ടർ അരുൺ പറയുമെന്ന് ഞാൻ കരുതുന്നു. അതുകൊണ്ട് ഞാൻ ചുരുക്കുകയാണ്. വിമർശനങ്ങളെ ഉൾക്കൊള്ളുക എന്ന് പറയുന്നതാണ് ഒരു നല്ല മനുഷ്യന്റെ, അല്ലെങ്കിൽ ഒരു നല്ല വ്യക്തിയുടെ കഴിവ് എന്ന് പറയുന്നത്. അല്ലാതെ വിമർശിക്കുന്നവനെ മോശക്കാരനാക്കി അയാളെ താറടിച്ച് മാറ്റി നിർത്തുക എന്നുള്ളതിൽ, ഒരു ചെറിയ വ്യക്തി പറഞ്ഞാലും അപ്പുറത്തിരിക്കുന്നവൻ വലിയവനാണെങ്കിലും ആ വിമർശനത്തിൽ കഴമ്പുണ്ടെങ്കിൽ അത് കേൾക്കണം, തിരുത്താൻ പറ്റുമെങ്കിൽ തിരുത്തണം. അതാണ്, അപ്പോഴാണ് അയാൾ കൂടുതൽ വലിയവനാകുന്നത് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഈ കൂർലോസ് പിതാവ് വളരെ സഹൃദയനായിട്ടുള്ള, നമുക്കൊക്കെ ബഹുമാനമുള്ള ഒരു പിതാവാണ്. നമ്മളൊക്കെ തന്നെയും പല കാര്യങ്ങളിലും അദ്ദേഹവുമായിട്ട് ആശയവിനിമയം നടത്തുന്നതുമാണ്. നമുക്കിവിടെ പക്ഷേ ഈയൊരു സംവാദത്തിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത്, വസ്തുതാപരമായി ശരിയല്ലാത്ത കാര്യം ഒരാൾ പറഞ്ഞാൽ അത് വിവരദോഷമാണ് എന്ന് തൻ്റെ സംസ്ഥാനത്തെ ജനങ്ങളെ അറിയിക്കുക എന്ന് പറയുന്നത് ഒരു മാന്യമായ പ്രതികരണമായിട്ടേ ഞാൻ കാണുന്നുള്ളൂ. പ്രളയമുണ്ടായതുകൊണ്ടാണ് ജയിച്ചത് എന്നും ഇനി പ്രളയം വരണം ജയിക്കണമെങ്കിൽ എന്ന് പറയുന്നത് കുറഞ്ഞ ഭാഷയിൽ ഒരു നശീകരണ ചിന്ത കൂടിയാണ് യഥാർത്ഥത്തിൽ. ആ തരത്തിലുള്ള ഒരു പരാമർശം വന്നാൽ പിന്നെ സ്വാഭാവികമായിട്ടും അതിന് അതേ വാക്കുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ അതേ പരാമർശം കൊണ്ട് തന്നെ മറുപടി പറയുക എന്ന ഒരു നോൺസെൻസ് സ്വഭാവം എപ്പോഴും പിണറായി വിജയൻ കാണിച്ചിട്ടുണ്ട്. അത് ചിലപ്പോൾ രാഷ്ട്രീയമായ തിരിച്ചടിയായേക്കാം അത്തരത്തിലുള്ള വാക്കുകൾ ഉപയോഗിക്കുന്നത്. പക്ഷേ ആ വാക്കുകൾ ഒരു മടിയും കൂടാതെ പിണറായി വിജയൻ എന്ന രാഷ്ട്രീയ നേതാവ് എപ്പോഴും ഉപയോഗിക്കുന്നതായി കാണാം. മഹാമാരിക്കാലത്തും മഹാപ്രളയ കാലഘട്ടത്തിലും കേരളത്തെ കൈപിടിച്ച് നടത്തിയിട്ടുള്ളത് ഒന്നാം പിണറായി വിജയൻ സർക്കാരാണ് എന്ന് നമുക്കറിയാം. അപ്പോഴാണ് പ്രളയമുണ്ടായതുകൊണ്ടാണ് ജയിച്ചത്, പ്രളയത്തിലൂടെ കിറ്റ് കൊടുത്തത് കൊണ്ടാണ് ജയിച്ചത് എന്നുള്ള ഒരു വിശകലനം വരുന്നത്. അത് തെറ്റാണ്. കാരണം നോക്കൂ, എല്ലാ പ്രകൃതിക്ഷോഭങ്ങളും ആൻറ്റി ഇൻകംബൻസി ഉണ്ടാക്കിയിട്ടേ ഉള്ളൂ. നോക്കൂ, നമ്മൾ 2001 കച്ച് ഭൂകമ്പത്തെ തുടർന്ന് കേശുഭായ് പട്ടേൽ തന്നെ മുഖ്യമന്ത്രിയായി തുടരുകയാണ് എങ്കിൽ ആ സംസ്ഥാനത്ത് അന്ന് ബി ജെ പിക്ക് അവിടെ മാത്രമാണ് ഭരണം ഉണ്ടായിരുന്നത്, ബി ജെ പിക്ക് ഭരണം നഷ്ടപ്പെടും എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് അന്ന് ദേശീയ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള നരേന്ദ്രമോദിയെ പ്രത്യേക വിമാനം അയച്ച് അഹമ്മദാബാദിലെത്തിച്ചത്. പിന്നീട് നരേന്ദ്രമോദി തന്നെ അധികാരത്തിൽ തുടർന്നു എങ്കിൽ തന്നെയും ഈ പറയുന്ന ആൻറ്റി ഇൻകംബൻസി മാറിയില്ല. അപ്പോഴാണ് ഗോദ്ര സംഭവിച്ചത് എന്നാലോചിക്കണം. ധ്രുവീകരിക്കുക എന്ന രാഷ്ട്രീയം അവിടെ ആവശ്യമായിരുന്നു ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം. അതൊന്ന്. രണ്ടാമത്തേത് സുനാമി. 2004 ഞാൻ ഇന്ത്യ വിഷനിലാണെന്ന്, ഞങ്ങൾ അന്ന് കൊടുത്ത തത്സമയ ദൃശ്യങ്ങളാണെന്ന് BBC പോലും കാണിച്ചിട്ടുള്ളത്. ഞാൻ അതിലേക്കല്ല വരുന്നത്. ആ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള ആരോപണങ്ങൾ, അഴിമതി ആരോപണങ്ങൾ ഇന്നും നിലനിൽക്കുന്നു. പുതുപ്പള്ളി, പാല പോലുള്ള മേഖലകളിൽ പോലും സുനാമി ഫണ്ട് പോയി എന്നാണ് പറയുന്നത്. 2004 സുനാമി ദുരന്തത്തിന് ശേഷം 2006 നടന്ന തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് 98 സീറ്റുകളോടുകൂടിയാണ് ജയിക്കാനായിട്ടുള്ളത്, വലിയ ഭൂരിപക്ഷത്തോട്. എന്താ? ആൻറ്റി ഇൻകംബൻസിയാണ്. നോക്കൂ, മഹാപ്രളയം 3 എത്രയാ തന്നെ, മഹാമാരി, ഇത്രയും ദുരന്തങ്ങൾ ഒന്നിച്ചു വന്നിട്ട് പോലും ആ സർക്കാരിന് അത് ആൻറ്റി ഇൻകംബൻസി അല്ല, ഇൻകംബൻസി ആക്കാനാണ് സാധിച്ചിട്ടുള്ളത്. അത് ചരിത്രത്തിൽ അപൂർവങ്ങളിൽ അപൂർവമാണ്. അവിടെയാണ് അങ്ങനെ പ്രളയം വന്നതുകൊണ്ടാണ്, പ്രളയത്തിൻ്റെ പേരിൽ കിറ്റ് കൊടുത്തത് കൊണ്ടാണ് ഈ സർക്കാരിന് തുടരാൻ കഴിഞ്ഞിട്ടുള്ളത് എന്ന് പറയുന്നത് വിവരദോഷം തന്നെയാണ്. അത് പറയേണ്ടതുണ്ട്. അത് എൻ്റെ നാട്ടിലെ ജനങ്ങളോട് ഒരു സാമൂഹ്യമായും രാഷ്ട്രീയമായും വളരെ പ്രസക്തമായ ഒരാൾ പറഞ്ഞു കൊടുക്കുമ്പോൾ അതിനകത്തുള്ള വസ്തുതാപരമായ പിഴവ്, അതിനകത്തുള്ള വിവരദോഷത്തിന് നമ്മൾ നോൺസെൻസ് എന്നാണല്ലോ പറയുക. ആ നോൺസെൻസ് ചൂണ്ടിക്കാണിക്കുക എന്നുള്ളതാണ് ശരി. ഞാൻ ഗീവർഗീസ് കൂറിലോസ് തിരുമേനിയുടെ പോസ്റ്റ് വായിച്ചു. പലപ്പോഴും വളരെ പുരോഗമനപരമായ നിലപാടെടുക്കുന്ന, ഏറെ പ്രതീക്ഷ നൽകുന്ന, നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏറെ സഹൃദയനായ പുരോഹിതനാണ് അഭിവന്ദ്യ പിതാവ് ഗീവർഗീസ് കൂറിലോസ് തിരുമേനി. അപ്പോൾ ഗീവർഗീസ് കൂറിലോസ് തിരുമേനി എഴുതുന്നത് ഇങ്ങനെയാണ്. ഞാനത് മൊത്തം വായിക്കുന്നില്ല, 2-3 ഭാഗങ്ങളായിട്ടാണ് ഞാനത് വായിച്ചത്. അതിലൊന്ന്, വളരെ കൃത്യമായ ചില നിരീക്ഷണങ്ങൾ, ഒരു ശക്തമായ ഭരണവിരുദ്ധ വികാരം ഈ സർക്കാരിനെതിരെ ഉണ്ട് എന്ന് അദ്ദേഹം കുറിക്കുന്നുണ്ട്. അത് വളരെ കൃത്യമായി ലോജിക്കലായി അദ്ദേഹത്തിന്
എക്സ്പ്ലെയിൻ ചെയ്യാനും സാധിച്ചിട്ടുണ്ട് ഒരു പരിധിവരെ. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം പ്രധാനമായിട്ടും ചൂണ്ടിക്കാട്ടുന്നത് എന്താ, ഇങ്ങനെ ഈ ആഘാത ചികിത്സയിൽ നിന്നും പാഠം പഠിക്കാൻ തയ്യാറായില്ലെങ്കിൽ കേരളത്തിലെ ഇടതുപക്ഷത്തിന് ബംഗാളിലെയും ത്രിപുരയിലെയും അവസ്ഥ വരും എന്നാണ് അദ്ദേഹം പറയുന്നത്. ശരിയാണ്, കണക്കുകൾ നോക്കിയാൽ എങ്ങനെയാണ് 3 മണ്ഡലങ്ങളിൽ BJP വളർന്നത് എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. നേമത്ത് ശിവൻകുട്ടിയുടെ മണ്ഡലത്തിൽ മാത്രം 22,000 വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് നേടിയത് BJP എന്നുള്ളത്. ഒല്ലൂരിൽ മന്ത്രിയുടെ രാജൻ്റെ മണ്ഡലത്തിലാണ് BJP ഏറ്റവും കൂടുതൽ തൃശ്ശൂർ മണ്ഡലത്തിൽ ഭൂരിപക്ഷം നേടിയ മറ്റൊരു മണ്ഡലം എന്ന് പറയുന്നത്. പിന്നെ മറ്റൊരു മണ്ഡലം എന്ന് പറയുന്നത് എന്താണ്, ഇവിടെ ഇരിങ്ങാലക്കുടയിൽ ബിന്ദുവിൻ്റെ മണ്ഡലത്തിലാണ്. അപ്പം 3 പ്രധാനപ്പെട്ട മന്ത്രിമാരുടെ മണ്ഡലത്തിൽ എന്തുകൊണ്ടാണ് BJP ഭൂരിപക്ഷം നേടിയത്? അതാണ് ത്രിപുരയിലും സംഭവിക്കുന്നത് ഒരു പരിധിവരെ. അത് വളരെ പ്രധാനപ്പെട്ട നിരീക്ഷണമാണ്, അത് വസ്തുതാപരവുമാണ്. എന്നിട്ട് അതിന് രണ്ടാമത് പറയുന്നു, ഭരണവിരുദ്ധ വികാരമാണ് പ്രധാന ഈ തകർച്ചയുടെ കാരണം എന്ന് പറയുന്നു. അത് അദ്ദേഹം വിശദീകരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. സാമ്പത്തിക നയങ്ങളിലെ പരാജയം, ആ സാമ്പത്തിക നയങ്ങളിലെ പരാജയം എന്നുള്ളത് ഒരു ഡിബേറ്റബിൾ പോയിന്റ് ആയിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ പുറത്തുനിന്ന് നോക്കുന്ന ഒരാളെ സംബന്ധിച്ച് സാമ്പത്തിക നയത്തിലെ പരാജയം ഉള്ളതുകൊണ്ടാണല്ലോ ക്ഷേമ പെൻഷൻ അടക്കം കൊടുക്കാത്ത സാഹചര്യം ഉണ്ടാകുന്നത്. അച്ചടക്കമില്ലായ്മ, ധൂർത്ത് സ്വാഭാവികമായി പല രീതിയിൽ ഇൻ്റർപ്രറ്റ് ചെയ്യാം. യഥാർത്ഥത്തിൽ പ്രശ്നം MV നികേഷ് കുമാർ, ഒരു മന്ത്രി വിദേശത്ത് പോകണോ വേണ്ടോ എന്നുള്ളതൊക്കെ ഒരു കാൽപ്പനികമായ ആശയത്തിൽ അതവരുടെ അവകാശമാണ്, അതിനകത്ത് ഒരു കുഴപ്പമില്ല. പക്ഷെ നാട്ടിലെ ജനങ്ങൾക്ക് ഷുഗറും പ്രഷറും ഗുളിക വാങ്ങാൻ കഴിയാതിരിക്കുന്ന ഒരു ഘട്ടത്തിൽ നിങ്ങളുടെ പണം എടുത്തു പോലും ഒരു യാത്ര നടത്തുമ്പോൾ അതിനൊരു പൊളിറ്റിക്കൽ മൊറാലിറ്റിയുടെ സൗന്ദര്യം നഷ്ടപ്പെട്ടു പോകുമെന്നുള്ളത് ഒരു റീഡിംഗ് ആണ്. അതാണ് അദ്ദേഹം നടത്തുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മാധ്യമവേട്ട ഉണ്ടായിട്ടുള്ള ചില പ്രത്യേക മാധ്യമങ്ങൾക്കെതിരെയൊക്കെ ചില നിലപാടുകൾ എടുക്കുന്നത് അങ്ങനെ ഒരു പ്രതീതി ജനിപ്പിച്ചിട്ടുണ്ട്. സഹകരണ ബാങ്കിൽ ഉൾപ്പെടെ നടന്ന അഴിമതികൾ, അതിലും തെറ്റില്ല. ആ കാര്യവും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നതിൽ തെറ്റില്ല. SFIയുടെ അക്രമാസക്ത രാഷ്ട്രീയം നമ്മൾ കണ്ടതാണ്. ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട ഒന്നാണല്ലോ സിദ്ധാർത്ഥൻ്റെ വിഷയം ചൂണ്ടിക്കാണിക്കുന്നു. വിമർശനങ്ങളോടുള്ള അസഹിഷ്ണുത അത് പല ഘട്ടങ്ങളിലുണ്ട്. അപ്പോൾ ഇങ്ങനെ കുറേ വിഷയങ്ങൾ അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതിലെല്ലാം വസ്തുതാപരമായോ പുറത്തുനിന്ന് ചിന്തിക്കുന്നൊരു സാധാരണക്കാരൻ്റെ കാഴ്ചപ്പാടിൽ പ്രതിഫലിക്കാവുന്ന വിഷയങ്ങളോ ആണ്. എന്നാൽ അതിനകത്ത് രാഷ്ട്രീയമായൊരു പോയിന്റ് കൂടി പറയുന്നുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഫാഷിസത്തിനെതിരായി ധീരമായി പോരാടിയ രാഹുൽ ഗാന്ധിയെയും ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള ഇടതുപക്ഷ പ്രചരണം മതേതര വിശ്വാസികളിൽ സംശയം ഉണ്ടാകും സ്വാഭാവികമായിട്ടും. ഇന്ത്യ മുന്നണിയായിട്ട് അവിടെ മത്സരിക്കുമ്പോൾ എന്തുകൊണ്ടാണ് നിങ്ങൾ രാഹുൽ ഗാന്ധിയെ വിമർശിക്കുന്നത്? അത് ശരിയാണ്, രാഹുൽ ഗാന്ധി മുഖ്യമന്ത്രിയെ വിമർശിച്ചതുകൊണ്ടാണ്. അത് പറയാമെങ്കിലും മതേതര വിശ്വാസികളെ സംബന്ധിച്ച് ഇവർ തമ്മിൽ എന്തിനാണ് അടിക്കുന്നത് എന്നൊരു ധാരണയുണ്ടാവാം. അതും അദ്ദേഹത്തിൻ്റെ പെർസ്പെക്റ്റീവിൽ കറക്റ്റ് ആയിരിക്കാം. പക്ഷേ ഇവിടം വരെ ശരിയാകുമ്പോഴും അവസാന ഭാഗം നേരത്തെ MV നികേഷ് കുമാർ പറഞ്ഞതുപോലെ എപ്പോഴും പ്രളയവും മഹാമാരികളും രക്ഷയ്ക്കെത്തണമില്ല എന്ന് പറഞ്ഞതും, കിറ്റ് രാഷ്ട്രീയത്തിൽ ഒന്നിലധികം പ്രാവശ്യം ജനങ്ങൾ വീഴില്ല, പ്രത്യേകിച്ച് കേരളത്തിൽ എന്ന് പറയുന്നതും അപകടം പിടിച്ചതാണ്. ഈ 2 വാചകമാണ് അപകടം പിടിച്ചത്. അത് തന്നെയാണ് മുഖ്യമന്ത്രി ചൂണ്ടിക്കാണിച്ചതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തുകൊണ്ടെന്നാൽ ഒരു പ്രളയം ഉണ്ടാവുക എന്നുള്ളത് ഒരു സർക്കാരിൻ്റെ അഭിലാഷമേ അല്ല. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ മറ്റൊരു ചാനലിൽ പറഞ്ഞത് നമ്മളൊക്കെ ട്രോൾ ചെയ്തിട്ടുണ്ട്. ഇനി ഒരു പ്രളയം വരും, ഇനി ഒരു മഹാമാരി വരും എന്നൊക്കെയാണ് പറഞ്ഞത്. അത് ഏറ്റവും കൂടുതൽ ട്രോൾ ചെയ്യപ്പെട്ടൊരു സ്റ്റേറ്റ്മെൻറ്റാണ്. അങ്ങനെ ഒരു നേതാവ് പറഞ്ഞാലും ഒരു തിരുമേനി പറഞ്ഞാലും ഇനിയൊരു പ്രളയം വരിക എന്ന് ചിന്തിക്കുന്നത് പോലും അപകടമാണ്. ഇനി അങ്ങനെ ചിന്തിച്ചിട്ടില്ലെന്ന് എനിക്കറിയാം, അങ്ങനെപ്പോലുള്ള ഒരാൾ അങ്ങനെ ചിന്തിക്കുകയില്ല. പക്ഷെ കൈവിട്ടു പോയത് എന്താണ്? ആ സമയത്ത് നമ്മൾ നടത്തിയ രക്ഷാപ്രവർത്തനം, ആ സമയത്ത് സർക്കാർ നടത്തിയ രക്ഷാപ്രവർത്തനം, കിറ്റപ്പഴ കൊടുക്കേണ്ടി വരുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നത്. കോവിഡ് എന്ന് പറയുന്ന മഹാമാരി നമ്മളെ പിടിച്ചു നിർത്തുമ്പോൾ ഓരോ സ്ഥലങ്ങളിലും കുടുങ്ങിപ്പോയ മനുഷ്യർ, വീടിനുള്ളിൽ നിന്ന് പുറത്തു വരാൻ പറ്റാത്ത മനുഷ്യർ, അവരെ സംരക്ഷിക്കാൻ വേണ്ടി സർക്കാർ കിറ്റ് എന്ന് പറയുന്ന പദ്ധതിയുമായിട്ട് എത്തുന്നു. അതിപ്പോൾ സർക്കാർ കൊടുക്കുന്നില്ല, സാമ്പത്തിക പ്രതിസന്ധിയുണ്ട്. അതിന് മുമ്പ് സർക്കാർ കൊടുത്തിട്ടില്ല. ഇപ്പോൾ പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം കൊടുത്തുകൊണ്ടാണ് ഉത്തരേന്ത്യയിൽ പലയിടങ്ങളിലും BJP തന്നെ വിജയിച്ച് കയറിയിട്ടുള്ളത്. അതൊരു ഫ്രീ ബീസ് ആയിട്ടല്ല, അതൊരു എസൻഷ്യൽ സർവൈവിങ് മെറ്റീരിയലാണ്. അഥവാ നമുക്ക് അതിജീവനത്തിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമായിരുന്നു കിറ്റ് എന്ന് പറയുന്നത്. അതൊരു വോട്ട് ബാങ്കിൻ്റെ മെറ്റീരിയലായിട്ട് കാണുന്നത് വളരെ ദോഷൈക ദൃക്കുകൾക്ക് മാത്രമേ അങ്ങനെ കാണാൻ സാധിക്കൂ. അവിടെയാണ് യഥാർത്ഥത്തിൽ പിതാവിന് തെറ്റിപ്പോയത്. യഥാർത്ഥത്തിൽ പിതാവ് ആ 2 വാചകങ്ങളിലൂടെ ഒരു പക്ഷേ ഡീഗ്രേഡ് ചെയ്യാൻ ശ്രമിച്ചത് കേരളത്തിലെ ജനതയെ കൂടിയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ആ ഭാഗം തെറ്റായിപ്പോയി എന്നുള്ളതാണ് പിതാവിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. വാക്കുകൾ തിരഞ്ഞെടുക്കുമ്പോൾ സൂക്ഷിക്കണം എന്നതാണ് മുഖ്യമന്ത്രിയുടെ കാര്യത്തിലും പറയാനുള്ളത്. വിവരദോഷം എന്നൊരു വാക്കാണ് നമ്മൾ പറയുന്നത്. ആ വിവരദോഷിയാണോ എന്നുള്ളത് ഇത് വസ്തുതാപരമല്ല എന്ന് പറഞ്ഞു വേണമെങ്കിൽ അവസാനിപ്പിക്കാമായിരുന്നു. അത് ആ പേഴ്സണൽ ടേക്കാണ്. അതിൻ്റെ റിയാക്ഷൻ സ്വാഭാവികമായിട്ടും ഉണ്ടാവും. പക്ഷേ ഇതിൻ്റെ വസ്തുത ഇതാണ്. ഈ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഒരു ഭാഗത്ത് ഭരണവിരുദ്ധ വികാരത്തെക്കുറിച്ച് പറയുന്നതിനോടൊന്നും വിയോജിപ്പുണ്ടാവേണ്ട കാര്യമില്ല. ഇന്നിപ്പോൾ സുപ്രഭാതം പത്രത്തിൽ ഇതിനേക്കാൾ രൂക്ഷമായ ഭാഷയിലാണ് വിമർശനം നടത്തിയിരിക്കുന്നത്. ഇടത് സർക്കാരിന് ജനങ്ങൾ ഇട്ട മാർക്ക് എന്ന് പറഞ്ഞിട്ട് വളരെ ഡീറ്റെയിലിംഗ് ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അതിനകത്ത് വളരെ മകളുടെ കാര്യമടക്കം പറഞ്ഞിട്ടുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മകളുടെ വിശേഷമടക്കം ഇതിൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ധാർഷ്ട്യത്തിൽ തുടങ്ങി എന്നാണ് അതിനകത്തൊരു
ഒരു സ്റ്റേറ്റ്മെന്റ് SFIയുടെ അക്രമ രാഷ്ട്രീയം വരെ നീളുന്ന എണ്ണി പറയാവുന്ന ഒരുപാട് ഘടകങ്ങളുടെ അനന്തരഫലമാണ് എന്ന് പറഞ്ഞിട്ടാണ് സുപ്രഭാതത്തിലെ ഇടതു സർക്കാരിന് ജനങ്ങളിട്ട മാർക്കുന്ന എഡിറ്റോറിയൽ സമസ്തയുടെ പത്രമാണ് എന്നത് ഓർമ്മിക്കണം. പക്ഷേ അതിനെക്കുറിച്ചൊരു സ്റ്റേറ്റ്മെൻറ്റും നമ്മൾ കേട്ടില്ല. അതിനെക്കുറിച്ച് കേൾക്കാത്തതിൻ്റെ കാരണമായി ഞാൻ മനസ്സിലാക്കുന്നത് ഇങ്ങനെയൊരു സ്റ്റേറ്റ്മെൻറ്റ് അവിടെ ഇല്ലാത്തതുകൊണ്ട് വിമർശിക്കാനുള്ള ഒരു ഇടയില്ല എന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് യഥാർത്ഥത്തിൽ വിവരദോഷികളല്ല വിമർശിക്കുന്നവർ എന്നതാണ് എൻ്റെ ടേക്ക്. നമുക്ക് 2020 നമ്മൾ പറഞ്ഞല്ലോ വളരെ പ്രോഗ്രസീവായിട്ട് നമ്മുടെ സംസ്ഥാനത്തെ വിഷയങ്ങളിൽ ഇടപെടുന്ന ഒരാളാണ് കുർലോസ് തിരുമേനി. ഇപ്പോൾ 2020 അദ്ദേഹം പിണറായി വിജയനെ കുറിച്ചൊരു പോസ്റ്റ് ഇടുന്നുണ്ട് ഫേസ്ബുക്കിൽ. അദ്ദേഹം പറയുന്നൊരു കാര്യം എന്ന് വെച്ചാൽ ഗാലറിക്ക് വേണ്ടി കളിക്കുന്ന നേതാവല്ല പിണറായി വിജയൻ എന്നാണ്. പിണറായി വിജയനെ കുറിച്ച് പല തെറ്റിദ്ധാരണകൾ തനിക്കുണ്ടായിരുന്നു എന്നും, എന്നാൽ D ബാബു പോൾ, പ്രഭാവർമ്മ തുടങ്ങിയവരൊക്കെ ആയിട്ട് സംസാരിച്ചപ്പോഴാണ് എനിക്ക് കാര്യങ്ങൾ കൂടുതൽ അദ്ദേഹത്തെക്കുറിച്ച് മനസ്സിലായത് എന്നുമൊക്കെ ആ പോസ്റ്റിൽ വിശദീകരിക്കുന്നുണ്ട്. അതിനകത്ത് അദ്ദേഹം പറയുന്നുണ്ട്, ഇത്രയേറെ തെറ്റിദ്ധരിക്കപ്പെടുകയും അതിലേറെ വേട്ടയാടപ്പെടുകയും ചെയ്യപ്പെടുന്ന ഒരു രാഷ്ട്രീയ നേതാവ് പിണറായി വിജയനെ പോലെ മറ്റൊരാൾ ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. ഇത് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റാണ്. അതുപോലെ പിണറായി വിജയൻ ശരിയെന്ന് തനിക്ക് ഉറച്ചു ബോധ്യമുള്ള കാര്യങ്ങളിൽ കാണിക്കുന്ന നിശ്ചയദാർഢ്യം ശ്ലാഘനീയമാണ് എന്നും അദ്ദേഹം അതേ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നുണ്ട്. എന്ന് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ഒരു ഭയങ്കരമായ പ്രസ്താവനയുണ്ടല്ലോ, പാവപ്പെട്ടവരുടെ പക്ഷം പിടിക്കുന്നതാണ് ഇടതുപക്ഷവും ക്രിസ്തുവിശ്വാസവും എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ് കുർലോസ് തിരുമേനി. എന്ന് മാത്രമല്ല നർക്കോട്ടിക് ജിഹാദ് പോലുള്ള വിവാദങ്ങളുണ്ടായപ്പോൾ അത് ഫാസിസ്റ്റുകൾക്ക് ഗുണം ചെയ്യും എന്ന് പരസ്യമായി വിളിച്ചു പറഞ്ഞ ആളാണ്. അതേസമയം റെയിൽ പോലുള്ള പദ്ധതിക്കെതിരെ 1,00,000 പേരെ കുടിയൊഴിപ്പിക്കേണ്ടി വരും, അതുകൊണ്ട് ആ പദ്ധതിയുമായി സർക്കാർ മുന്നോട്ട് പോകരുത് എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ്. ലീഗിനെ വർഗീയ പാർട്ടിയാണ് എന്ന് ആക്ഷേപിക്കുന്നത് ശരിയല്ല, അനാരോഗ്യകരമായ സാമുദായിക സമീപനമാണത് എന്ന് കുർലോസ് തിരുമേനി പറഞ്ഞിട്ടുണ്ട്. പിണറായി സർക്കാരിനെ അട്ടിമറിക്കാൻ കോർപ്പറേറ്റുകൾ ശ്രമിക്കുന്നു എന്ന് കുർലോസ് തിരുമേനി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ അർത്ഥത്തിലൊക്കെ ഞാൻ സൂചിപ്പിക്കുന്നത് ഇടതുപക്ഷത്തോട് യോജിച്ച് നിൽക്കുകയും ഇടതുപക്ഷം ഈ സംസ്ഥാനത്തിൻ്റെ ഈ സമൂഹത്തിൻ്റെ ആവശ്യമാണെന്ന് ഉത്തമ ബോധ്യവുമുള്ള പുരോഹിതന്മാർ ഒരാൾ പോലും ഉണ്ടാകാതിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഇടതുപക്ഷ മനോഭാവമാണ് ശരിയായ പക്ഷമെന്നും അത് ക്രിസ്തുവിശ്വാസവുമാണ് ശരിയായ പക്ഷമെന്നും പുരോഹിതൻ എന്ന നിലയ്ക്ക് ക്രിസ്തുവിശ്വാസത്തെ ഉയർത്തിപ്പിടിക്കാൻ അദ്ദേഹത്തിന് ബാധ്യസ്ഥയാണ്. നമുക്കറിയാലോ, ക്രിസ്തുവിശ്വാസം എന്ന് പറയുന്നത് ഒരു കാലത്തും ഇടതുപക്ഷത്തെ അനുകൂലിക്കുന്ന ഒന്നല്ല. അപ്പോൾ വിശ്വാസികളൊന്നും തന്നെ. അപ്പോൾ കാരണം വിശ്വാസികൾക്കെതിരായിട്ട് എല്ലാ വിശ്വാസങ്ങൾക്കും ദൈവാരാധനയ്ക്കും എതിരായിട്ടൊക്കെ നിലപാടെടുക്കുന്നവരാണ് കമ്മ്യൂണിസ്റ്റുകളിൽ നിന്ന്. നിലപാടെടുത്തുകൊണ്ട് ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയെ അട്ടിമറിച്ച ചരിത്രമുണ്ടല്ലോ കേരളത്തിൽ. അപ്പോൾ ആ അർത്ഥത്തിലൊക്കെ ഈ കുർലോസ് തിരുമേനി എന്ന് പറയുന്നത് കേരളത്തിൽ കഴിഞ്ഞൊരു 10 വർഷമായിട്ടൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്ന സാമൂഹ്യ നിലപാടുകൾ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. അത് അങ്ങേയറ്റം പുരോഗമനപരമായിട്ടുള്ള കാര്യമാണ്. പിന്നെ നേരത്തെ അരുൺ പറഞ്ഞതുപോലെ വളരെ കൃത്യമായി കുറേ കാര്യങ്ങൾ അദ്ദേഹം ചൂണ്ടിക്കാണിച്ചിട്ടുമുണ്ട്. ഇപ്പോൾ ഈ പറയുന്ന വീഴ്ചയ്ക്കുള്ള കാരണങ്ങളായിട്ട് അദ്ദേഹം മനസ്സിലാക്കുന്നത് സാമ്പത്തികമായ നയങ്ങളിൽ വന്നിട്ടുള്ള വീഴ്ചകൾ, പോലീസ് നയത്തിലുള്ള വീഴ്ചകൾ, സഹകരണ അഴിമതി പോലുള്ള പ്രശ്നങ്ങൾ. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അദ്ദേഹം ഈ വിമർശനം ഉന്നയിച്ചിരിക്കുന്നത്. നിശ്ചയമായും അതിനകത്ത് ഈ പ്രളയത്തെ സംബന്ധിച്ച് വന്നിരിക്കുന്ന ഒരു വരിയാണ്. അതുതന്നെയാണ് പിണറായി വിജയനെ പ്രകോപിപ്പിച്ചിരിക്കുന്നത്. എനിക്ക് തോന്നുന്നത് മറ്റെന്തെങ്കിലും അക്കാര്യത്തിൽ ഈ പറയുന്ന കുർലോസ് തിരുമേനിയുടെ ഒരു സോഷ്യൽ കോൺട്രിബ്യൂഷനെയോ ഇടതുപക്ഷത്തോടുള്ള അദ്ദേഹത്തിൻ്റെ മനോഭാവത്തെയോ കുറിച്ചൊക്കെ ഒന്നും സംശയിക്കേണ്ട സാഹചര്യമില്ല. അതൊക്കെ നന്നായി ബോധ്യപ്പെടുത്തുന്ന നേതാവ് തന്നെയാണ് പിണറായി വിജയൻ. പക്ഷേ പ്രശ്നം ഈ തമിഴിലൊരു ചൊല്ലുണ്ട്, പേശാമയും പഴകുമെന്ന്. ചില സമയങ്ങളിൽ നിശബ്ദതയും വളരെ പ്രധാനമാണ്. ചില കാര്യങ്ങൾ നിശബ്ദമായി നമ്മൾ കണ്ടില്ല എന്നൊക്കെ നടിക്കേണ്ടി വരുന്നു. എല്ലാത്തിനോടും കയറി അങ്ങ് പ്രതികരിച്ച് കളയാം എന്ന് വിചാരിക്കുന്നതും ശരിയായ ഒരു സമീപനമല്ല. വിവരദോഷി എന്ന പ്രയോഗത്തോട് ഞാൻ അങ്ങേയറ്റം എതിർപ്പാണ് എനിക്കുള്ളത്. കാരണം അത് ആരെക്കുറിച്ചും പറഞ്ഞുകൂടാ. പ്രത്യേകിച്ച് ഒരു ജീവിതം തൻ്റെ ദൈവവൃത്തിക്കായി ഒരു ജീവിതകാലം മുഴുവൻ മാറ്റിവെച്ചിരിക്കുന്ന ഒരു മനുഷ്യൻ എന്നുള്ള നിലയ്ക്ക് കൂടി നമ്മൾ അദ്ദേഹത്തെ കാണണമല്ലോ. അങ്ങനെയൊക്കെയുള്ള ആളുകളെ വിവരദോഷി എന്ന് വിളിക്കുന്നത് ശരിയായൊരു പ്രയോഗ രീതിയല്ല. അതിനകത്തൊരു വലിയ വീഴ്ച വന്നിട്ടുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ കുർലോസ് തിരുമേനിയുടെ ഒരു കോൺട്രിബ്യൂഷൻ നോക്കുമ്പം ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ എന്തെങ്കിലും ഒരു പാകപ്പിഴ അദ്ദേഹത്തിന് വന്നിട്ടുണ്ടെങ്കിൽ പോലും അദ്ദേഹം നടത്തിയിട്ടുള്ള മറ്റ് കോൺട്രിബ്യൂഷൻസ് ഉണ്ട് ഈ മൂവ്മെൻറ്റുമായി ബന്ധപ്പെട്ട്. അതിനെ മുഖവിലേക്ക് എടുത്തുകൊണ്ടും അതിനെ ആദരിച്ചുകൊണ്ടും ഞാൻ നേരത്തെ ഈ പറഞ്ഞ പേശാമയും പഴകും എന്നുള്ളൊരു നിലപാട് എടുക്കാവുന്നതായിരുന്നു. ആ നിലപാടെടുക്കുന്നതിലും വീഴ്ച വന്നിട്ടുണ്ട്. ആ അർത്ഥത്തിലേക്ക് എന്താ പറ്റുകയെന്ന് വെച്ചാൽ ഒരു വലിയ ആൻറ്റി ഇൻകംബൻസി നിലനിൽക്കുകയും അതിൻ്റെ ഭാഗമായി ഒരു വലിയ രാഷ്ട്രീയ തിരിച്ചടി നേരിടുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ മുഖ്യമന്ത്രിയായിരിക്കുകയും ഒരു പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട മുഖവുമായിരിക്കുകയും ചെയ്യുന്ന ഒരാൾ പുറത്തേക്ക് ഇറങ്ങി നടത്തുന്ന ആദ്യത്തെ പ്രസ്താവന ഈ രീതിയിൽ ആയിപ്പോകുന്നതിൻ്റെ ഒരു രാഷ്ട്രീയ അപകടം കൂടിയുണ്ട്. ആ രാഷ്ട്രീയ അപകടവും പിണറായി മനസ്സിലാക്കേണ്ടതാണ്. അത്രയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ നമുക്ക് ഉത്തരത്തിലേക്ക് എത്തേണ്ടതുണ്ട്. എന്താണ് യഥാർത്ഥത്തിൽ ചോദ്യം ഇതായിരുന്നു, വിമർശിക്കുന്നവർ വിവരദോഷികളോ എന്നാണ് ചോദിച്ചത്. വിവരദോഷികളല്ല എന്നുള്ളതാണ് നമ്മളെല്ലാവരുടെയും ടേക്ക്. എല്ലാവരും ഒറ്റ അഭിപ്രായമാണ്, ആരും വിവരദോഷികളല്ല എന്നുള്ളതാണ്. വിമർശിക്കുന്നവർ വിമർശിക്കുന്നവരാണ് എന്നതാണ്. പിണറായി വിജയൻ പറഞ്ഞത് ശരിയല്ല എന്നത് തന്നെയാണ്. അതിൽ ഐഫും പട്ടുമില്ല. അതെ, സ്വാഭാവികമായിട്ട് അങ്ങനെയല്ലേ വരുന്നത്. വിമർശിക്കുന്നവർ എങ്ങനെ വിവരദോഷികളാവുന്നത്? അപ്പോൾ നമ്മൾ ഇന്നത്തെ മീഡിയ എഡിറ്റേഴ്സ് ഇവിടെ പൂർണ്ണമാവുന്നു. വീണ്ടും നാളെ നമുക്ക് കണ്ടുപിടാം. ശുഭരാത്രി. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. Meet the editors.